നമസ്കാരം ഡിയർ സ്റ്റുഡൻസ്, ഇതൊരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം 25-ാം തീയതി ഇന്ത്യൻ ബഹിരാകാശ നിലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു. നമ്മൾ പത്രത്തിലും വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ആക്സിയം 4 എന്ന ദൗത്യം നടന്ന തീയതിയാണ് ജൂൺ 25. അമേരിക്കയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച ഒരു ബഹിരാകാശ യാത്ര. ആക്സിയം 4 എന്നാണ് ഈ യാത്രയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. അതിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. 41 വർഷത്തിന് ശേഷം ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി ബഹിരാകാശത്തെത്തിയിരിക്കുകയാണ്. രാകേഷ് ശർമ്മ നടത്തിയ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ആദ്യമായി ഒരു ഇന്ത്യൻ വംശജൻ ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല അടങ്ങുന്ന 4 അംഗ സംഘമാണ് ഈ യാത്ര നടത്തിയിരിക്കുന്നത്. ജൂൺ 25-ാം തീയതി കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നും ഫാൽക്കൺ 9 ബ്ലോക്ക് സി റോക്കറ്റിൽ യാത്ര തിരിച്ച ഈ സംഘം പിറ്റേ ദിവസം ജൂൺ 26-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. അന്നേ ദിവസം ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ചരിത്ര നിമിഷമായിരുന്നു അത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഗ്രൂപ്പ് പൈലറ്റ് ആയിരുന്നു ശുഭാംശു ശുക്ല. എന്താണ് ആക്സിയം 4ൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ നടത്തുന്ന ഗഗൻയാൻ പദ്ധതിയുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ട്രയൽ റണ്ണായിട്ടാണ് ഈ ഒരു യാത്ര നടത്തിയിരിക്കുന്നത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ നടത്തുന്ന യാത്രയാണ്, പര്യവേഷണമാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുമ്പോൾ മനുഷ്യൻ ഏതൊക്കെ തരത്തിൽ മനുഷ്യന് അവിടെ അതിജീവിക്കാൻ കഴിയും എന്ന രീതിയിൽ പല മേഖലകളിലായിട്ട് 60ഓളം പരീക്ഷണങ്ങളുമായിട്ടാണ് ഈ ഒരു സംഘം യാത്ര നടത്തിയിരിക്കുന്നത്. കേരളത്തിനും ഈ ഒരു യാത്രയിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള കാർഷിക വിളകളുടെ വിത്തുകളും അദ്ദേഹം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ വളർച്ചയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പരീക്ഷണങ്ങളിലൂടെ ചെയ്ത് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ജൂലൈ 10-ാം തീയതി അദ്ദേഹം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കൂടെ ചെറിയൊരു ഇൻഫർമേഷനും കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു സ്പേസ് സ്റ്റേഷനെ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. സ്പോട്ട് ദ സ്റ്റേഷൻ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ പോയി സ്പോട്ട് ദ സ്റ്റേഷൻ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പെർമിഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാറ്റലൈറ്റിൻ്റെ ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷൻ നമുക്ക് അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ലൊക്കേഷനിൽ കൂടെ, നമ്മുടെ പ്ലേസിൽ കൂടെ ഭൂമിയുടെ മുകളിലായിട്ട് ആ സാറ്റലൈറ്റ് എപ്പോഴെത്തും എന്നതും കൂടി നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടീച്ചർ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ സാറ്റലൈറ്റിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്പോട്ടാണിത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ നമ്മുടെ സാറ്റലൈറ്റിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. ഏത് സമയത്താണ് നമ്മുടെ ലൊക്കേഷനിൽ എത്തുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്കിതിലൂടെ കിട്ടുന്നതായിരിക്കും. അതിനായി എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയി സ്പോട്ട് ദ സ്റ്റേഷൻ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പെർമിഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ലൊക്കേഷൻ കൊടുക്കുക. ശേഷം വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. 3D വ്യൂ ഉണ്ട്, 2D ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം എവിടെയാണ് ആ സാറ്റലൈറ്റ് ഉള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂട്ടുകാർ ചെയ്ത് നോക്കില്ലേ?